എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് 4 മണി പലഹാരമാണ് കേട്ടോ. പാലക്കാടൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ പേര് ചിന്താമണി അപ്പം എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. ഇത് ഈവനിങ് മാത്രമല്ല കേട്ടോ, മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പച്ചരി എടുത്തിട്ടുണ്ട്. എല്ലാം അരക്കപ്പാണ് കേട്ടോ എടുക്കുന്നത്. അരക്കപ്പ് പച്ചരി, അരക്കപ്പ് ഇഡ്ഡലി റൈസ്, അരക്കപ്പ് തുവരപ്പരിപ്പ്, അരക്കപ്പ് കടലപ്പരിപ്പ്, അരക്കപ്പ് ചെറുപയർ പരിപ്പ്. ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 6 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 6 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പച്ചരിയും പരിപ്പുകളെല്ലാം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതേ വെള്ളം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് അല്പം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് 2ാം ട്രിപ്പും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 ട്രിപ്പായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ നേരം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 6-7 മണിക്കൂറായപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. വാടിയതിന് ശേഷം മാവ് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ കണ്ടില്ലേ, മാവ് നല്ല പോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അല്പം കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവ് അരച്ചപ്പോഴധികം ലൂസും അല്ല കട്ടിയും അല്ല, ആ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മൾ മാവ് അരച്ചെടുത്ത് വെച്ചത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന സവാളയുടെ ആ മിക്സ് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അത് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് മാവ് പകർത്തിയിട്ട് ഇതുപോലെ പകുതിയാക്കിയിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ തീയൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് മുകൾ ഭാഗം മൊരിഞ്ഞിട്ട് ഉള്ളിൽ വേകാതെ വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നല്ല രീതിയിൽ ഗോൾഡൻ നിറത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മതി കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് കോരിയെടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ അപ്പത്തിന്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ അപ്പത്തിൻ്റെ രുചി. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നല്ല ഉഴുന്നുവടയൊക്കെ കഴിക്കുന്ന അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 2ാമത്തെ ട്രിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്പത്തിന് ചമ്മന്തിയാണ് കേട്ടോ, തേങ്ങാ ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാ ചമ്മന്തി ഒരു ഡിഫറെൻ്റാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അടുത്ത് തന്നെ ഇടാം. അപ്പോൾ ഇതും ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാനും അടിപൊളിയാണ്. അപ്പോൾ ശരി, നല്ല വിഭവങ്ങളായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.